പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ ഒരു ജീവിതഭാരം. ഇത്രയും വലിയ ജീവിതഭാരം വന്നു കഴിയുമ്പോൾ അയാളുടെ ആയുർദൈർഘ്യം വളരെ കുറഞ്ഞു പോകുന്നു. 10-50 വയസ്സിൽ തന്നെ രോഗിയായി മാറുന്നു. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും എല്ലാം ബാധിച്ച്, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച്. ഒരുപാട് ജോലി ഭാരമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം തലയിൽ വെച്ച് ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗത്തിന് അടിമയായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നീ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം വേറൊരു വിഷയമാണ്. ഈ ഭാരം വന്നു ചേരുന്നത് തന്നെ ഒരാൾക്ക് ജീവിതത്തിൽ ബന്ധുക്കൾ ഉണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും, രണ്ടും അല്ലാത്ത ആൾക്കാരുണ്ടാവും, ഉദാസീനന്മാർ. ശത്രുക്കള് വലിയ സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. പലപ്പോഴും അതിർത്തി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങോട്ട് വന്നു, ഒരു മരത്തിന്റെ കൊമ്പ് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ അതിർത്തി ഇതാണെന്നെല്ലാം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. മനസ്സമാധാനം കളിയാറില്ല. അതേപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ സ്വത്ത് തർക്കം. അല്ലെങ്കിൽ ഒരു കാരണമില്ല, ശത്രുത വരെ ഒരു കാരണവും വേണ്ട. ഒരാൾ നന്നായി നടന്നാൽ മതി, അയാൾ ശത്രുവായി മാറും. നല്ല യോഗ്യതയുള്ള ആൾക്ക് ഒരു യോഗ്യതയില്ലാത്ത ആൾക്ക് ഇയാൾ ശത്രുവാണ്. വലിയ ധനിയന് മേലെ ആകാശം താഴെ ഭൂമിയായിട്ടുള്ള ആള്, ഊതി കുടിക്കാൻ കഞ്ഞിയില്ലാത്ത ആള് ശത്രുവായി മാറും. ഇല്ലേ, കണ്ടിട്ടില്ലേ? സൗന്ദര്യമില്ലാത്തവരെ സൗന്ദര്യമുള്ളവരെ സൗന്ദര്യമില്ലാത്തവർ ശത്രുക്കളായി കാണും. ഉയർന്ന പദവിയിലുള്ള ആൾക്കാരെ ഒരു പദവിയില്ലാതെ മേപ്പിട്ട് നോക്കിയിരിക്കുന്ന ഒരു ശത്രുക്കളാകും. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അധർമ്മം ചെയ്യുന്ന ശത്രുക്കൾ. ഒരാൾക്ക് ദ്രോഹം ചെയ്ത് സ്വത്ത് തട്ടിപ്പറിക്കുക, ഒരാളെ അനാവശ്യമായി ദ്രോഹിക്കുക, അങ്ങനെയുള്ള ദുഷ്ടശത്രുക്കളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അവരെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. അങ്ങനെ പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അധർമ്മികളായിട്ടുള്ള ആൾക്ക്. ഒരു കാരണമില്ലാതെ ദ്രോഹിക്കാൻ വരും. നമ്മളെ ഉയർച്ചയായിരിക്കും അവരുടെ ശത്രുതയ്ക്ക് കാരണം. ജീവിതത്തിൽ 3 വിധത്തിലാണ് നരകം ഉണ്ടാകുന്നത്. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധ സ്തദാലോഭോ തസ്മാദേതത്രയം ത്യജേത്. ഭഗവാൻ പറയുന്ന ഗീതയിൽ കാമം പറയുന്ന നമുക്ക് എന്തെല്ലാം അറിയാം. വേറെ രണ്ടാമത്താണ് ക്രോധം, ദേഷ്യം. ജീവിതം നരകാക്കുന്ന രണ്ടാമത്തെ കാര്യം. ലോകം പറഞ്ഞ അത്യാഗ്രഹം. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ക്രോധമാണ്. ശത്രുക്കൾ ചിലപ്പോഴും നമ്മളിത് വർത്തമാനം പറയാൻ വരുമ്പോൾ അവര് പ്രകോപനപരമായിട്ടുള്ള പല കാര്യങ്ങളും പറയും. നമ്മൾ ആ സമയത്ത് വായ തുറക്കരുത്, മറുപടി പറയരുത്. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. ഡോണ്ട് റിപ്ലൈ വെൻ യു ആർ ആംഗ്രി.
അങ്ങനെ പറയുമ്പോൾ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് മറുപടി പറയുമ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ജ്ഞാനത്തിന്റെ അല്ലെ അറിവിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നതായിരിക്കില്ല. അതിന് നിയന്ത്രിക്കുന്നത് വികാരം മാത്രമായിരിക്കും. ദേഷ്യം എന്ന വികാരം മാത്രം. അത് ഫൂളിഷ്നെസ് ആയിരിക്കും 100%. നോക്കിയില്ലേ, ആൾക്കാരെ വാദപ്രതിവാദം നടത്തി അവസാനം കൊലപാതകത്തിനെത്തുന്നു, അല്ലെ അക്രമ പ്രവർത്തനങ്ങൾ കലാശിക്കുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കണം. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, ക്രോധമായിരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾക്ക് മറുപടി പറയരുത്. ഡോണ്ട് റിപ്ലൈ വെൻ യു ആർ ആംഗ്രി. അങ്ങനെ മറുപടി പറഞ്ഞാൽ നിങ്ങൾ മണ്ടാത്തരത്തിൻ്റെ അകപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലായിരിക്കും അത് അവസാനിക്കുക. നമ്മൾ മറുപടി പറയും, അത് ജീവിത അവസാനം വരെ അവർ തലയിലേറ്റി കൊണ്ടുവരണം. വേലി കിടക്കുന്ന പാമ്പിനെ തോളിലെടുത്തിട്ട പോലാവും, വിഷപ്പാമ്പിനെ. ഒരിക്കലും ആ സമയത്ത് മറുപടി പറയും. ഈ ശത്രു നമ്മളെ നിരന്തരം ദ്രോഹിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് മഹാഭാരതത്തില് ഭീഷ്മാചാര്യര് ധർമ്മപുത്രർക്ക് ഒരു ഉപദേശം കൊടുക്കുന്നത് ഒരു ക്ഷേമദർശി എന്ന രാജാവിന്റെ ആസ്പദമാക്കിയിട്ടാണ്. ഒരു കഥയിലൂടെയാണ്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട ഒരു രാജാവിന് ശത്രുവിനെ സംഹരിക്കാനുള്ള ഉപായം ഒരു മുനി ഉപദേശിക്കുന്നതാണ്. പക്ഷെ ആ രാജാവ് സ്വീകരിക്കുന്നില്ല. എനിക്ക് പാപകർമ്മം ചെയ്തിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ സ്വത്തും പോലൊന്നും ഇവിടെ അതൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണം. ശത്രുവിനെ കൊണ്ട് നമ്മൾ അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങളെന്നാണ് വലിയ സംരംഭങ്ങളിൽ ഏർപ്പിടിക്കുക. ഇപ്പൊക്കെ ആധുനിക കാലഘട്ടമാണ് ഈ വമ്പ വീടുകൾ, കൊട്ടാരമുള്ള വീട് കെട്ടിക്കാരുണ്ട് ശത്രുക്കളെ കൊണ്ട്. അവരെ കൊണ്ട് നല്ലൊരു അതിഭയങ്കരമായിട്ടുള്ള ലോൺ എടുപ്പിക്കുക. അതും ഏതെങ്കിലും ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നല്ല, പെട്ടെന്ന് ലോൺ കിട്ടുന്ന രീതിയിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുപ്പിക്കുക. ചെക്കൊക്കെ ഒരു പ്രാവശ്യം അടയ്ക്കാൻ പറ്റാണ്ടായ വമ്പൻ വലിയ പിഴ വരുന്ന രീതിയിലുള്ള ബാങ്കുകൾ, ചെക്ക് ബൗൺസിങ് ചാർജും പഴയൊക്കെ ആയിട്ട് വരുന്ന അവിടെ നിന്ന് വലിയൊരു സംഖ്യ ലോൺ എടുപ്പിക്കുക. അത് കഴിഞ്ഞ് വലിയ വീട് കെട്ടിപ്പിക്കാറുമുണ്ട്. ചേട്ടോ ഇക്കാലത്തൊക്കെ ചെറിയ വീട് കെട്ടി ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ 10 വിരുന്നുകാർ വന്ന മകളുടെയൊക്കെ കല്യാണം, മകൻ്റെ കല്യാണം വന്ന ആൾക്കാർ വിരുന്നുകാർ ഒരുപാട് വരില്ലേ, അവരൊക്കെ അവിടെ പോയിരിക്കും. പണ്ടൊക്കെയാണ് 300 സ്ക്വയർ ഫീറ്റ് 400 സ്ക്വയർ ഫീറ്റും ഒക്കെ വീട് മതി. ഇപ്പൊക്കെ ഒരു 3000-4000 സ്ക്വയർ ഫീറ്റിലാണ്. അങ്ങനെ നമുക്കൊരു വിലയില്ലേ നാട്ടില്? കേട്ടോ, നല്ലൊരു വീട് കെട്ടി ഒരു 3000-4000 സ്ക്വയർ ഫീറ്റിൽ പറ്റുകയാണെങ്കിൽ 3 നില തന്നെ ആയിക്കോട്ടെ, എന്തിനാ 2 നില നിർത്തുന്നത്? അങ്ങനെയാണ് കെട്ടിക്കുക. വലിയ വീട് കെട്ടിക്കുക. വലിയ വീട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഒരു വലിയ കാർ, പമ്പ കാർ, നല്ല വിലയുള്ള, അവർ 3 ലക്ഷം 4 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിക്കാൻ എന്താ നമുക്കൊരു വിലയൊക്കെ ഇല്ലേ? എല്ലാരും വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാണ്. പിന്നെന്താ ഒരു വിലയുള്ളത്? വീട്ടുകാരൊക്കെ പോണെങ്കിൽ ഈ ചെറിയ കാറ് മതിയാ. അങ്ങനെ പറഞ്ഞിട്ട് വമ്പ കാർ ഒരു 10-30 ലക്ഷമോ 40 ലക്ഷമോ അല്ലെങ്കിൽ ലംബോർഗിനി അങ്ങനത്തെ ഉള്ള കാറുകളൊക്കെ 8-9 കോടിയൊക്കെ ആവും. നല്ലൊരു കാറ് വാങ്ങി. അത് കഴിഞ്ഞാൽ അത് ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എടുപ്പിക്കുക, ലോണ് നല്ല പലിശയുള്ളത്. അതിന് ഇൻഷുറൻസ് എടുപ്പിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മളെ കുറ്റം പറയുന്ന ബന്ധുക്കൾക്ക് ഇരിക്കാൻ ഫർണിച്ചർ വേണ്ടേ? എല്ലാം ലോൺ എടുപ്പിച്ച് ഫർണിച്ചർ വാങ്ങിച്ച് നിറച്ച് കൂട്ടുകയുണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതേപോലെ ഡിജിറ്റൽ ക്ലോക്ക്, പിന്നെ വലിയ TV, സിനിമ തിയേറ്ററിലുള്ള ഹോം തിയേറ്റർ സിസ്റ്റം. അതേപോലെ കള്ളന്മാർ വന്ന ഈ ലോണിൻ്റെ പാസ്ബുക്കുകൾ എടുത്തിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
CCTV എല്ലാടി സ്ഥാപിക്കുക. പിന്നെ പട്ടി വളർത്തുക. വീട്ടിൽ ഓമന മൃഗങ്ങളെ വളർത്തിപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞാണ്, മഹാഭാരതത്തിലുള്ളതല്ല. നല്ലൊരു പട്ടി, ജർമ്മൻ ഷെപ്പേർഡ് പോലുള്ള, ഡെയിലി ഒരു നല്ല ചെലവ് വരണം. കോഴിയിറച്ചിയും ആട്ടിറച്ചിയും മുട്ടയൊക്കെ ആയിട്ട് അതിന് വീട് നിറയെ പട്ടികളെ വളർത്തുക. എന്നിട്ട് വീട്ടിൽ മുൻവശത്ത് പട്ടി അകത്തുണ്ടെന്നിട്ടൊരു ബോർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡോഗ് ഓൺ ഡ്യൂട്ടി ഉണ്ട്. ഇത് മഹാഭാരതത്തിലുള്ളതല്ലാണ്ട് ഞാൻ പറയുന്നത് പേഴ്സണലായി. അത് കഴിഞ്ഞാല് ഇത് മഹാഭാരതത്തിലുള്ളതാണ്. വീട്ടിൽ മുൻവശത്ത് ഗാർഡൻ, വലിയ ഗാർഡൻ സ്ഥാപിക്കുക. നല്ല ഗാർഡൻ നന്നായി ഡിസൈൻ ചെയ്യണം. കൊട്ടാരം പോലെ, വീടും കൊട്ടാരം പോലെ കെട്ടിക്കണം. പറ്റുകയാണെങ്കിൽ മുൻവശത്ത് കുളം കെട്ടിക്കണം. ഇത് ഞാൻ പറയുന്നതാണ്. പിന്നെ മതിൽ കെട്ടുന്ന സമയത്ത് വീടിന്റെ മുൻവശത്ത് വണ്ടി ചക്രം വെപ്പിക്കുക, കാളവണ്ടിയുടെ ചക്രം. അതോടെ ഏകദേശം തീരുമാനമാവും അവരുടെ. വമ്പം വീടും വണ്ടികളും ഇതൊക്കെ കൊണ്ട് നിറത്തിയാലോ എടുത്തിട്ട്. അത് കഴിഞ്ഞ് ലോൺ അടയ്ക്കാൻ പറ്റാണ്ടായി ടെൻഷനാവും അവർക്ക്. അത് നമ്മളെ പുണ്യകർമ്മമൊക്കെ ക്ഷയിച്ചുകൊണ്ടാണ് യജ്ഞങ്ങൾ നടത്തിക്കാറുണ്ട്. നല്ല യജ്ഞങ്ങളും മറ്റേ ദൈവത്തിന്റെ പൂജയും ദാനവും ധർമ്മവും ഹോമങ്ങളൊക്കെ ചെയ്യിക്കുക. അങ്ങനെ അന്നദാനം പറ്റുകയാണെങ്കിൽ ഒരു 10,000 പേർക്ക് അന്നദാനം നടത്തിക്കുക. ഗംഭീരമൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ അതേപോലെ ഓരോ ഫംഗ്ഷന്, കല്യാണം, കാതുകുത്ത് അങ്ങനത്തെ ഉള്ളതിനൊക്കെ നല്ല മാമാങ്കം പോലെ നടത്തിക്കുക. പിന്നെ ഗാനമേളി എല്ലാ സംഭവമായിട്ട്. പിന്നെ ആഭരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കുക. ചേച്ചി ഇതൊക്കെ പഴയ ഡിസൈനല്ല, മാറ്റി പുതിയതെടുക്കും. ഡയമണ്ടാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഈ സ്വർണം മുഴുവൻ മാറ്റി ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. ആ പണിക്കൂലത്ത് 20% വെച്ചാൽ പോകും. 1,25,000 വെച്ചിട്ട്. അങ്ങനെ പിന്നെ ശത്രു നേടാൻ നമുക്ക് വേണമെങ്കിൽ ഇത് മഹാഭാരതത്തില്ല, ഓരോ അമ്പലങ്ങളിൽ ശത്രുസംഹാര പൂജയുണ്ട്, അതൊക്കെ ചെയ്യാം. അതേപോലെ പല സ്ഥലങ്ങളിലും മുളകരച്ച് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇല്ലേ, ശത്രുസംഹാര പൂജ, മുളകരച്ച് വയ്ക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഫലപ്രദമാട്ടോ, തമാശകളില്ല. പ്രാർത്ഥിക്കാം ശത്രുവിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, ശത്രു ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുക. ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ നിറയെ സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം. അടപ്പായസം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിട്ട് അടപ്പായസത്തിൻ്റെ ലിറ്റർ കണക്കിന് കൂടി കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ശത്രുക്കളെ വിദഗ്ധമായിട്ട്, ഇതൊക്കെ നിവൃത്തിയില്ലാത്ത കേസുകൾക്ക് ചെയ്യുന്നതാണ്. അതൊന്നും ചെയ്യേണ്ട. പിന്നെ ആ രാജാവ് ക്ഷേമദർശിവൻ, ആ രാജാവ് ഒന്നും തയ്യാറായില്ല. എനിക്കങ്ങനെ പാപകർമ്മം ചെയ്തിട്ട് എനിക്ക് വേണ്ട പറയുന്നത്. രാജസ്ഥാൻ ശത്രുക്കൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാം. അയാളുടെ എതിരാളിയായിട്ടുള്ള ശത്രുവിനെ പ്രകോപനം ഉണ്ടാക്കി അയാൾക്കെതിരാക്കി മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധമായിട്ട്. ശത്രുവിനെ എപ്പോഴും നമ്മൾ തൊഴിൽ നിൽക്കണം, വളരെ വിദഗ്ധമായി മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു മനുഷ്യന് ഒന്നിൻ്റെയും ഓണറാവാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് കഴിയുമ്പോൾ ദുഷ്ടതരം ചെയ്യുന്നവർ 10-15 കൊല്ലം ചെയ്യണം സാധിക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അവരുടെ വീടെല്ലാം നഷ്ടപ്പെടും, അവർ രോഗിയാവും, അവരെല്ലാം പിച്ചത്തുണ്ടെന്നാണ് കണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യേണ്ടതന്നെ ദുഷ്ടതരം ചെയ്യുന്നവർ ഒരു 15 കൊല്ലം ഒരു പന പോലെ വളരും. അത് കഴിഞ്ഞ് അവർക്ക് സ്വന്തം വീട് നഷ്ടപ്പെടും, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടും, രോഗിയായി മാറും, പിച്ചതുണ്ട്. അതാ കണ്ടിരിക്കുന്നത്. നമ്മൾ നാട്ടുപുറത്തൊക്കെ ചെല്ലുന്നുണ്ട്, ഉരുട്ടും പെരട്ടും ഒടുക്കി ചിരട്ടാ പറയും. ലാസ്റ്റ് ചിരട്ട തന്നെയാണ് ദുഷ്ടത്തരം ചെയ്യുന്നത്.
നമ്മൾ പറഞ്ഞു വന്നത് ശത്രുക്കളെ നേരിടാനുള്ള വിവിധ വഴികളാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആക്രമണ പ്രവർത്തനങ്ങൾ ചെയ്ത് ശത്രുവിനെ നേരിടരുത്. ജയിലിൽ പോയി കിടക്കുക, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പരസ്പരം കൊന്ന് കൊലവിളിച്ച് ജീവിതം നരകമാക്കി മാറ്റി ജയിലിൽ. അവിടെ നിന്ന് ഇറങ്ങിയവർ ചിലപ്പോൾ എയ്ഡ്സ് രോഗികളായിട്ടായിരിക്കും. അവിടെ പലതരം ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു പോകും, പ്രകൃതി വിദ്യയായിട്ടുള്ള പല കാര്യങ്ങൾ. എയ്ഡ്സ് രോഗിയായിട്ടായിരിക്കും അവിടെ ജയിലിൽ നേരം മടങ്ങി വരുന്നത്. വലിയ ഗുണ്ടക്കായിരിക്കും പോകുമ്പോൾ, വലിയ മലയായിട്ട് വരുമ്പോൾ എലിയായിട്ട് വരേണ്ടി വരും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർജിക്കണം. ആ 10-25 ദിവസമാണ് നമ്മൾ ഭൂമിയിലുള്ളത്. അത് മുഴുവൻ ജയിലിനുള്ളിൽ കഴിയുക, ജീവിതം നരകമാക്കുക, ഓരോ ആശയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കത്തിന്റെ പേരിൽ സ്വന്തം ജീവിതത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. വളരെ വിദഗ്ധമായി ശത്രുക്കളോടും എല്ലാവരോടും, ബന്ധു എപ്പോ വേണമെങ്കിൽ ശത്രുവാകും, ശത്രു എപ്പോ വേണമെങ്കിലും ബന്ധുവാകും. വളരെ വിദഗ്ധമായിട്ട് വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. വളരെ ബുദ്ധിപരമായി ആലോചിച്ച് പെട്ടെന്ന് മറുപടി പറയരുത് ഒന്നിനും. എല്ലാ ചോദ്യങ്ങൾക്കുള്ള എന്ത് കാര്യത്തിനും മറുപടി പറയുന്നത് ആലോചിച്ച് മാത്രം. അപ്പൊ ഒരിക്കലും പറയരുത്. വായ മൂടിയിട്ട് അവിടുന്ന് നമ്മൾ സ്ഥലം കാലിയാക്കുക. പ്രകോപനപരമായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അപ്പൊ തന്നെ മറുപടി പറയുന്നതിന് പകരം അപ്പൊ തന്നെ സ്ഥലം കാലിയാക്കുക. എന്തെങ്കിലും പറഞ്ഞിട്ട് ഡോണ്ട് റിപ്ലൈ വെൻ യു ആർ ആംഗ്രി. ഇത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. വളരെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് അലോട്ട്.